ഒന്നാം പ്രതിയുടെ ഇമെയിൽ ഇൻബോക്സിൽ കാണുന്ന മറ്റൊരു കാര്യമാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഈ ഇമെയിൽ സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നത് വ്യാജരേഖ കേസിൽ മൂന്നാം പ്രതിയായ ബെന്നി മാറാമ്പറമ്പിലാണ്. ഇത് സൂചിപ്പിക്കുന്നത് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായി പരാതിക്കാരിയെ രംഗത്തിറക്കിയത് ഈ വിമത പുരോഹിതർ തന്നെയാണ് എന്നുള്ള വസ്തുതയാണ്. പരാതിക്കാരിയെക്കൊണ്ട് മാർ ജോർജ് ആലഞ്ചേരിക്ക് ബിഷപ്പ് ഫ്രാങ്കോ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുപ്പിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. പിന്നീട് അവരെക്കൊണ്ട് ഫോൺ ചെയ്തു, അത് റെക്കോർഡ് ചെയ്യിപ്പിച്ചു. ഈ പീഡന വിവരം ആലഞ്ചേരി പിതാവ് മറച്ചുവെക്കുമെന്നും ഇത് വിവാദമാകുമ്പോൾ മാർപ്പാപ്പ പിതാവിനെതിരെ അച്ചടക്ക നടപടിയെടുത്ത് അദ്ദേഹത്തെ പുറത്താക്കുമെന്നും വിമതർ കരുതി. ദോഷം പറയരുതല്ലോ, വിമതർ അത്രമാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. ബിഷപ്പ് ഫ്രാങ്കോ ഒരിക്കലും അവരുടെ ലക്ഷ്യമായിരുന്നില്ല. പക്ഷേ പരാതിക്കാരിയെ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അവർ കന്യകയല്ല എന്ന് തെളിഞ്ഞതോടെ കാര്യങ്ങൾ വിമതരുടെ കയ്യിൽ നിന്ന് പോയി. വിമതർ 2018 വ്യാജരേഖകൾ നിർമ്മിച്ച അതേ സമയത്ത് തന്നെയാണ് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായി പരാതിക്കാരി രംഗത്ത് വരുന്നത് എന്നുള്ള വസ്തുത പ്രത്യേകം ശ്രദ്ധയർഹിക്കുന്നു. ജൂൺ 2018 പരാതിക്കാരി ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായി പോലീസിൽ ആദ്യമായി പരാതി നൽകിയത്. അതിന് ഒരു വർഷം മുമ്പ് 2017 മെയ് മാസത്തിൽ സഭ ഉപേക്ഷിച്ചു പോകുവാൻ അവർ അനുവാദം രേഖാമൂലം ഒന്നാം പ്രതിയുടെ ഇമെയിൽ ഇൻബോക്സിൽ കാണുന്ന മറ്റൊരു കാര്യമാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഈ ഇമെയിൽ സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നത് വ്യാജരേഖ കേസിൽ മൂന്നാം പ്രതിയായ ബെന്നി മാറാമ്പറമ്പിലാണ്. ഇത് സൂചിപ്പിക്കുന്നത് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായി പരാതിക്കാരിയെ രംഗത്തിറക്കിയത് ഈ വിമത പുരോഹിതർ തന്നെയാണ് എന്നുള്ള വസ്തുതയാണ്. പരാതിക്കാരിയെക്കൊണ്ട് മാർ ജോർജ് ആലഞ്ചേരിക്ക് ബിഷപ്പ് ഫ്രാങ്കോ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുപ്പിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. പിന്നീട് അവരെക്കൊണ്ട് ഫോൺ ചെയ്തു, അത് റെക്കോർഡ് ചെയ്യിപ്പിച്ചു. ഈ പീഡന വിവരം ആലഞ്ചേരി പിതാവ് മറച്ചുവെക്കുമെന്നും ഇത് വിവാദമാകുമ്പോൾ മാർപ്പാപ്പ പിതാവിനെതിരെ അച്ചടക്ക നടപടിയെടുത്ത് അദ്ദേഹത്തെ പുറത്താക്കുമെന്നും വിമതർ കരുതി. വിമത പുരോഹിതർ 2018 വ്യാജരേഖ നിർമ്മിച്ച അതേ സമയം തന്നെയാണ് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. 2018 ജൂൺ മാസമാണ് പരാതിക്കാരി ബിഷപ്പിനെതിരെ ആദ്യമായി പോലീസിൽ പരാതി നൽകിയത്. ഇതിന് ഒരു വർഷം മുമ്പ് 2017 മെയ് മാസത്തിൽ സഭാവസ്ത്രം ഉപേക്ഷിച്ചു പോകുവാൻ അധികാരികൾക്ക് ഇവർ രേഖാമൂലം അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഈ അപേക്ഷ ഇവർ പിൻവലിച്ചു. ഈ രേഖകളെല്ലാം കോടതി രേഖകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കന്യാസ്ത്രീയായി തുടരുവാൻ അനുവാദം വാങ്ങിയ ഇവർ പക്ഷേ അധികാരികൾ ആവശ്യപ്പെട്ടതുപോലെ മറ്റു മഠങ്ങളിലേക്ക് പോകാതെ കുറവിലങ്ങാട്ട് തന്നെ തുടരണമെന്ന് നിർബന്ധം പിടിച്ചു നിൽക്കുന്ന സമയത്താണ് വിമതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇവരുടെ സ്വന്തം ഭവനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഇടവക വികാരി ഫാദർ നിക്കോളസിന്റെ അടുക്കൽ വിമതർ ഇവരെ എത്തിച്ചു. ബിഷപ്പ് ഫ്രാങ്കോയുടെ പീഡനപർവം അവതരിപ്പിച്ചു. ഈ പറയുന്നതിനെല്ലാം വല്ല തെളിവുമുണ്ടോ എന്നുള്ള അച്ഛൻ്റെ ചോദ്യത്തിന് 10 പെൻഡ്രൈവുകളിൽ താൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പരാതിക്കാരി പറഞ്ഞു. ഇത് വിശ്വസിച്ച അച്ഛനെ കൊണ്ട് വിമതർ ദൃശ്യമാധ്യമങ്ങളെ വിളിപ്പിച്ചു. കാര്യങ്ങൾ ലോകത്തോട് വെളിപ്പെടുത്തി. കേരളത്തിന് ആഘോഷിക്കാൻ ഒരു സ്ത്രീ പീഡന കഥ കൂടി പിറന്നു വീണു. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ആവർത്തിച്ച് പോലീസ് ചോദിച്ചിട്ടും പെൻഡ്രൈവോ പീഡനം കണ്ട മൊബൈൽ ഫോണോ പരാതിക്കാരി ഹാജരാക്കിയില്ല. ആകെയുള്ള തെളിവ് കന്യാസ്ത്രീ കന്യകയല്ല എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് മാത്രം. പോലീസ് കേസ് അന്വേഷിച്ച് കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചു. കേസിന് ബലം കിട്ടുവാൻ ഒരു തെളിവും കിട്ടി. കുറവിലങ്ങാട്ട് പരാതിക്കാരി താമസിച്ചിരുന്ന സഭയുടെ അഗതി മന്ദിരത്തോട് ചേർന്നുള്ള ജലന്ധർ രൂപതയുടെ വൈദികർക്കും മറ്റും താമസിക്കുവാനുള്ള ഗസ്റ്റ് ഹൗസിൻ്റെ സന്ദർശകരേറി. അതിൽ ബിഷപ്പ് ഫ്രാങ്കോ 13 ദിവസം താമസിച്ചതായി കാണുന്നു. പോലീസിന് ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. പരാതിക്കാരിയെ ബിഷപ്പ് 13 പ്രാവശ്യം ബലാത്സംഗം ചെയ്തിരിക്കുന്നു. പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതിയിൽ ആരംഭിച്ചു. മഠം ഉപേക്ഷിച്ചു പോകുവാൻ പരാതിക്കാരി നൽകിയ അപേക്ഷ കോടതിയിൽ കാര്യങ്ങൾ തകിടം മറിച്ചു. ഇതിന്റെ വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ മദ്ര സുപ്പീരിയർ നൽകിയ മൊഴിയിൽ പരാതിക്കാരി തന്റെ കുടുംബജീവിതം നശിപ്പിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തി പരാതിക്കാരിയുടെ ബന്ധുവായ ഒരു യുവതി എഴുതിയ കത്തിനെപ്പറ്റി സൂചിപ്പിച്ചു. ഈ കത്ത് പിന്നീട് കോടതി രേഖയായി മാറി. ഇതിന്റെ വിശദാംശങ്ങൾ ബിഷപ്പ് ഫ്രാങ്കോ കേസിന്റെ വിധിയുടെ 293 മുതൽ 298 വരെയുള്ള ഖണ്ഡികകളിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. പരാതിക്കാരിയുടെ വിശ്വാസ്യത കോടതിയിൽ തകർന്നു വീണു. കൂടാതെ പീഡനങ്ങൾ റെക്കോർഡ് ചെയ്ത ഫോൺ ആക്രിക്കാരന് വിറ്റു എന്നുള്ള മറുപടി കോടതിക്ക് ഈ പരാതി വ്യാജമായി കെട്ടിച്ചമച്ചതാണ് എന്ന തീരുമാനത്തിലെത്തുവാൻ സഹായിച്ചതിൽ അത്ഭുതമില്ല. അങ്ങനെ എറണാകുളം അങ്കമാലി വിമത പുരോഹിതർ പിന്നിലിരുന്ന് ചരട് വലിച്ച മറ്റൊരു വ്യാജനാടകവും 8 നിലയിൽ പൊട്ടി. പക്ഷേ അത് പൊതുസമൂഹത്തിൽ കത്തോലിക്ക സഭയ്ക്ക് ഏൽപ്പിച്ച മുറിവിൻ്റെ ആഴം വളരെ വലുതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.